Hi all, welcome to Competitive Cracker. ഞാൻ ധന്യ. അപ്പോൾ എല്ലാവരും HSA മാത്സ് നല്ലതുപോലെ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ എന്തായാലും പഠിക്കുക. നമുക്കിനി കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ. സോ ഇനിയും പഠിക്കാതിരിക്കരുത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. സോ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾക്കറിയാം മാത്സ് എക്സാം മലയാളത്തിലാണ്. സോ മലയാളം ടേംസിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. നമ്മൾ പലവരും ഇംഗ്ലീഷ് മീഡിയം പഠിച്ചവരാണ്. ഇനി മലയാളം മീഡിയം പഠിച്ചവരാണെങ്കിൽ പോലും നമ്മൾ +1 +2 അല്ലെങ്കിൽ ഡിഗ്രി എത്തുന്ന സമയത്ത് ഫുൾ ഇംഗ്ലീഷിലാണ്. സോ ഡിഗ്രിത്തെ ടോപ്പിക്സ് അടക്കം നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മൊഡ്യൂൾ 4 ആൻഡ് മൊഡ്യൂൾ 5 ഒക്കെ ഡിഗ്രിയിൽ വരുന്ന ടോപ്പിക്സ് ആണ്. ഓക്കെ, ആ ഒരു മൊഡ്യൂളൊക്കെ ഡിഗ്രി ടേംസ് മീൻസ് ഡിഗ്രിയിൽ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് മലയാളം ടേംസ് പഠിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫസ്റ്റത്തെ 4 മൊഡ്യൂൾ, ആദ്യത്തെ 4 മൊഡ്യൂളുകളിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മലയാളം ടേംസ് ആണ്. സോ അതിനു മുൻപ് തന്നെ നിങ്ങളോട് ഏറ്റവും സന്തോഷത്തോടെ ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ CC ഇവിടെ ഒരു വെക്കേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, വെക്കേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഏപ്രിൽ 7-ാം തീയതി തൊട്ടാണ് ഈ ഒരു വെക്കേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വെക്കേഷൻ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡെയിലി ഒരു 3 മണിക്കൂർ ലൈവ് സെഷൻസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. 45 ഡേയ്സിന്റെ ടൈം ടേബിൾ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു സെഷനിൽ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ സെറ്റ് ചെയ്ത ടൈം ടേബിളും കൂടെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ആ 45 ദിവസത്തെ ടൈം ടേബിൾ, ആ 45 ദിവസത്തിൽ മൊത്തം മൊഡ്യൂളും, അതായത് നമുക്ക് HSA മാത്സിന് 8 മൊഡ്യൂളാണ് ഉള്ളത്. ആ ഒരു 8 മൊഡ്യൂളും കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 45 ഡേയ്സിൽ ഇത് മൊത്തം കവർ ചെയ്യും. ഡെയിലി 3 മണിക്കൂറുടെ ഇന്ററാക്റ്റീവ് സെഷൻസ്, ലൈവ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യും. സോ ആ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ അല്ലെങ്കിൽ ലൈവ് സെഷനിൽ കൂടുതലും PYQ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് മീൻസ് ആ മൊഡ്യൂളിൽ എന്തൊക്കെയാണോ നിങ്ങൾക്ക് അറിയേണ്ടത് അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും കോൺസെപ്റ്റും ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസുമാണ് നമുക്ക് HSA മാത്സ് എടുക്കാനായിട്ടുള്ളത്. സോ ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്ന് സങ്കടപ്പെട്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ ഇനിയും പഠിച്ചതൊന്നും ഓർമ്മയില്ല, അല്ലെങ്കിൽ ഇനി എനിക്ക് പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ടാവും. സോ ആ ഗ്യാപ്പ് വന്നവർ ചിലപ്പോൾ മെല്ലെ മെല്ലെ ആയിരിക്കും പഠിച്ചു പോയിരിക്കുന്നത്. അപ്പം ഇവിടെ വളരെ കുറച്ച് മാത്രമേ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാവുള്ളൂ. സോ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് CC നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. സോ മറക്കണ്ട, ഏപ്രിൽ 7-ാം തീയതിയാണ് ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, ലൈവ് സെഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് കുറച്ച് സീറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം അഡ്മിഷൻ ഇപ്പോൾ ഓപ്പൺ ആണ്. മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ കുറച്ച് സ്റ്റുഡൻസിന് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. കാരണം പേഴ്സണൽ മെന്റർഷിപ്പ് കൊടുക്കണം, അതുപോലെ തന്നെ അവരൊരു പേഴ്സണൽ അവരെ കുറിച്ച് മനസ്സിലാക്കാനും അല്ലെങ്കിൽ അവർക്ക് പേഴ്സണലി പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സമയം നമുക്ക് വേണം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സ്റ്റുഡൻസിന് മാത്രമാണ് ഈ ഒരു ബാച്ചിലോട്ട് ക്ഷണിക്കുന്നുള്ളൂ. അതുകൊണ്ട് ആരും മടിച്ചു നിൽക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുക. സോ ജോയിൻ ചെയ്യാനായി ഈ ഒരു നമ്പറിലോട്ടാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് 8589083568. ഓക്കെ, ഈ ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിന്റെ ടൈം ടേബിൾ നമ്മൾ ഈ ഒരു സെഷനിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞതായിരുന്നു മലയാളം ടേംസിന്റെ പ്രാധാന്യം എന്നുള്ളത്, അല്ലേ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പ്രാധാന്യമുണ്ട് മലയാളം ടേംസ് പഠിക്കേണ്ടത് എന്നതിനെ കുറിച്ച്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ നോക്കിക്കേ, 1 + 1/2² + 1/3² എക്സെട്ര എന്ന സീരീസ് എന്താവുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ എന്തൊക്കെയാ ഓപ്ഷൻ തന്നിരിക്കുന്നത്? വിഭ്രജിക്കുന്നു, അതിരില്ല, സംവ്രജിക്കുന്നു, ഇവയൊന്നുമല്ല. കണ്ടോ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ഞാൻ ഒന്നുകൂടെ ഇവിടെ എഴുതാവേ. അതായത് 1 + 1/2² + 1/3² എക്സെട്ര എന്ന സീരീസിന് അവിടെ മലയാളം മീൻസ് ഇംഗ്ലീഷിലും സീരീസ് തന്നെയാണ്, അത് മലയാളത്തിൽ അവിടെ സീരീസ് തന്നെ തന്നിട്ടുണ്ട്. പക്ഷെ ചിലപ്പോൾ അങ്ങനെ തരണമെന്നില്ല. സീരീസിന്റെ മലയാളം ശ്രേണികൾ എന്നുള്ളതാണ്. ഓക്കെ, ശ്രേണികളാണ് സീരീസിന്റെ മലയാളം. പക്ഷെ ഓപ്ഷൻസ് നോക്കിക്കേ, വിഭ്രജിക്കുന്നു, അതിരില്ല, സംവ്രജിക്കുന്നു, ഇവയൊന്നുമല്ല. ഇതാണ് ഓപ്ഷൻസ്. അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. മീൻസ് +2 വരുന്ന ഒരു ഏരിയ ആണ്. ഇതിന്റെ ഡിഗ്രി ലെവലിലും കൂടെ വരുന്നുണ്ട്.
സോ ഈ ഒരു ടേംസ് നമുക്ക് അവിടെ നമ്മൾ പഠിച്ചിട്ടില്ല അല്ലെ, പക്ഷെ നമുക്കറിയാം ഈ ഒരു സീരീസ് കൺവേർജിങ് ആണോ ഡൈവേർജിങ് ആണോ അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആണോ അല്ലെങ്കിൽ ഇവയൊന്നുമല്ല എന്നുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ ആ കൺവേർജൻസ് ഡൈവേർജൻസ് എന്നുള്ളതൊക്കെ നമുക്കറിയാം. പെട്ടെന്ന് ചിലപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ട കുട്ടിക്ക് 1 + 1/2² + 1/3² എക്സെട്ര എന്ന സീരീസ് കൺവേർജിങ് ആണെന്നുള്ളത് ആ കുട്ടിക്ക് അറിയുമായിരിക്കും. ഓക്കെ, കൺവേർജിങ് ആണെന്നുള്ളത് ആ കുട്ടിക്ക് അറിയുമായിരിക്കും. പക്ഷെ ഇവിടെ ഓപ്ഷൻസ് നോക്കുമ്പോൾ വിഭജിക്കുന്നു സംവ്രജിക്കുന്നു എന്നുള്ളതൊക്കെയാണ്. അപ്പൊ ചിലപ്പോൾ അത് കണക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. സോ കൺവേർജൻസിന്റെ മലയാളം അല്ലെങ്കിൽ കൺവേർജിങ് സീരീസ് എന്നതിന്റെ മലയാളമാണ് സംവ്രജിക്കുന്നു എന്നുള്ളത്. ഓക്കെ, സംവ്രജിക്കുന്നു. അപ്പൊ വിഭ്രജിക്കുന്നു എന്തായിരിക്കും? ഡൈവേർജൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡൈവേർജിങ് എന്നുള്ളതായിരിക്കും വിഭ്രജിക്കുന്നു എന്ന് വരുന്നത്. ആൻഡ് അതിരില്ല എന്ന് പറയുമ്പോൾ അനന്തമാണ് എന്നുള്ളൊരു മീനിങ് ആണ്, ദാറ്റ് ഈസ് ഇൻഫിനിറ്റി. ഓക്കെ, ഇൻഫിനിറ്റി ആണ് അതിരില്ല എന്ന് പറയുന്നത്. സോ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്, നിങ്ങൾ നോക്കിക്കേ. അപ്പൊ നമുക്ക് പല സ്റ്റുഡൻസും നമ്മളോട് പറയാറുണ്ട് ഇംഗ്ലീഷ് ടേംസ് ഒക്കെ ബ്രാക്കറ്റിൽ തരില്ലേ എന്നുള്ളത്. പക്ഷെ അത് എല്ലാ ക്വസ്റ്റനും അങ്ങനെ തരണം എന്നില്ല. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് അങ്ങനെ തന്നിട്ടില്ല അല്ലെ. ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ മെൻഷൻ ചെയ്യും മലയാളം ടേംസ് ഉണ്ടെങ്കിൽ അതിന്റെ ബ്രാക്കറ്റിൽ ചിലപ്പോൾ ഇംഗ്ലീഷ് തരുമായിരിക്കും. പക്ഷെ നമുക്ക് ഓപ്ഷൻസിൽ ഒരിക്കലും അങ്ങനെ തന്നതായിട്ട് കണ്ടിട്ടില്ല. സോ മലയാളം ടേംസ് പഠിക്കുക എന്നുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇങ്ങനത്തെ ടേംസും ഇതിന്റെ, അതായത് ഇത് 4ാമത്തെ മൊഡ്യൂളിൽ വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഈ കൺവേർജൻസ് ഡൈവേർജൻസ് എന്ന് പറയുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ. സോ ഈ 4 മൊഡ്യൂളിന്റെ ഫസ്റ്റ് മൊഡ്യൂൾ, സെക്കൻഡ് മൊഡ്യൂൾ, തേർഡ് മൊഡ്യൂൾ, ഫോർത്ത് മൊഡ്യൂൾ, ഈ 4 മൊഡ്യൂളിന്റെയും മലയാളം ടേംസ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സമ്മേഷൻ n = 0 to ∞ n³ + 1/2n+1 എന്ന സീരീസ് അഗെയിൻ ആ ഒരു ചാപ്റ്ററിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു മൊഡ്യൂളിൽ തന്നെ വരുന്ന മറ്റൊരു ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റൻ ഇതായിരുന്നു, സമ്മേഷൻ n = 0 to ∞ n³ + 1/2n+1 എന്ന സീരീസ്. ഇവിടെയും ഓപ്ഷൻ ഇങ്ങനെ തന്നെയാണ്. ഓപ്ഷൻ എ സംവ്രജിക്കുന്നു, വിഭ്രജിക്കുന്നു, അതിരില്ല, ഇവയൊന്നുമല്ല. ഇതാണ് ഓപ്ഷൻ. അപ്പൊ നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റിൽ നമുക്ക് കിട്ടി സംവ്രജനമാണ് എന്ന് പറയുന്നത് കൺവേർജൻസ് എന്ന് പറയുന്നത്, ആൻഡ് വിഭ്രജിക്കുന്നു എന്ന് പറയുമ്പോൾ ഡൈവേർജൻസ് ആണെന്നുള്ളത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ കൺവേർജൻസ് ആണ്, ദാറ്റ് ഈസ് സംവ്രജിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ എഗെയിൻ മലയാളം ടേംസ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചു. അടുത്തൊരു ക്വസ്റ്റ്യൻ, അതായത് മൊഡ്യൂൾ 7ൽ വരുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് മാധ്യം പൂജ്യവും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇവിടെ SD ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നത് ഒന്നുമായ ഡിസ്ട്രിബ്യൂഷന് പറയുന്ന പേരെന്ത്? അപ്പൊ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ചിലപ്പോൾ ഇങ്ങനെയും തരാം ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ഡിസ്ട്രിബ്യൂഷന്റെ മലയാളം വിതരണം എന്നാണ്, പക്ഷെ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ തന്നെ അവർ തന്നിട്ടുണ്ട്. ആൻഡ് ഓപ്ഷൻസ് എന്തൊക്കെയാ? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സ്റ്റുഡന്റ് ടി ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം, പക്ഷെ എപ്പോഴും ഇതുപോലെ ആവണമെന്നില്ല. ചിലപ്പോൾ അടുത്ത് വരുന്ന എക്സാമിൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല ചോദിക്കുന്നത്. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, മാധ്യം പൂജ്യവും സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ മലയാളം മാനക വ്യതിയാനം എന്നുള്ളതാണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ മലയാളം എന്താ? മാനക വ്യതിയാനം. ഓക്കെ, മാനക വ്യതിയാനം എന്നുള്ളതാണ്. ചിലപ്പോൾ അടുത്ത എക്സാമിന് ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്, മാധ്യം പൂജ്യവും മാനക വ്യതിയാനം എന്നത് ഒന്നുമായ വിതരണത്തിന് പറയുന്ന പേരെന്ത്? അങ്ങനെ തന്ന് നമുക്ക് ബൈനോമിയൽ വിതരണം അല്ലെങ്കിൽ നോർമൽ വിതരണം, സ്റ്റാൻഡേർഡ് നോർമൽ വിതരണം ആൻഡ് സ്റ്റുഡന്റ് ടി ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ തന്നാൽ നമുക്ക് ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം മാനക വ്യതിയാനം എന്താന്ന് അറിയാതിരുന്നാൽ ഒരിക്കലും അത് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് ഇവിടെ എന്താ വരുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നത് 1 എന്ന് പറയുമ്പോൾ അതിന്റെ ആൻസർ എന്താ? സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മലയാളം ടേംസ് അറിയേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. സോ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് അറിയേണ്ട കുറച്ച് മലയാളം ടേംസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഡൊമൈന്റെ മലയാളം മണ്ഡലം, ഓൺ ടു അല്ലെങ്കിൽ സബ്ജക്റ്റീവ് അല്ലെ. ഓക്കെ, ഓൺ ടു അല്ലെങ്കിൽ സബ്ജക്റ്റീവിന്റെ മലയാളം പരിക്ഷേപം എന്നുള്ളതാണ്. പരിക്ഷേപം. ബൈജക്റ്റിന്റെ മലയാളം ഉഭയക്ഷേപം. കണ്ടോ, ഇങ്ങനെയൊക്കെയാണ്. നമുക്ക് ഒരിക്കലും കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള മലയാളമാണ് ഓരോ ടേംസിനുള്ളത്. ഇക്വാലൻസ് റിലേഷന്റെ സമാന ബന്ധം, റിഫ്ലക്സീവിന്റെ പ്രതിസമം, പ്രതിസമത എന്നൊക്കെ പറയും, പ്രതിസമം, ആൻഡ് കോഡൊമൈന്റെ സഹമണ്ഡലം. അപ്പൊ ഇത് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ദെൻ രണ്ടാമത്തെ മൊഡ്യൂളിൽ വരുന്നതാണ് മെട്രിക്സ് ആണ് ആ രണ്ടാമത്തെ മൊഡ്യൂളിന്റെ പേര്. സോ ഐഡന്റിറ്റി മെട്രിക്സിന്റെ മലയാളമാണ് അനന്യ മെട്രിക്സ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. മീൻസ് അനന്യ മെട്രിക്സ് അല്ലെങ്കിൽ
സിമെട്രിക് മെട്രിക്സ്, സമമിത മെട്രിക്സ് ആണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. സോ അതും പഠിച്ചു വെക്കണം. ഇൻവേഴ്സിന്റെ മലയാളമാണ് പ്രതിലോമം. ദെൻ ഡിറ്റർമിനന്റിന്റെ മലയാളം സാരണികം. ഡിറ്റർമിനന്റിന്റെ സാരണികം. സിമെട്രിക് മെട്രിക്സ് സമമിത മെട്രിക്സ്, ഓർത്തോഗണൽ മെട്രിക്സ് ലംബിക മെട്രിക്സ്. ഇതും ഒരു തവണ പ്രീവിയസ് ഇയറിൽ ചോദിച്ചതാണ്. ഓർത്തോഗണൽ മെട്രിക്സ് ലംബിക മെട്രിക്സ് ആണ്. ആൻഡ് സ്ക്യൂ സിമെട്രിക് ന്യൂന സമമിതം. അപ്പൊ ഇതൊക്കെ സാധാരണയായിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചതാണ്. സോ ഇതിന്റെയൊക്കെ ടേംസ് മലയാളം ഇതാണെന്നുള്ളത് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കാം. അടുത്തത് മൂന്നാമത്തെ മൊഡ്യൂളിലുള്ള മലയാളം ടേംസ് ആണ്. കാൽക്കുലസിന്റെ മലയാളം കലനം, ഡിഫറൻസിയേഷന്റെ മലയാളം അവകലനം, ഡെറിവേറ്റീവിന്റെ മലയാളം അവകലജം ആൻഡ് ഇന്റഗ്രേഷന്റെ മലയാളം സമാകലനം. കണ്ടോ, സമാകലനം. അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്കിത് ഡിഫറൻസിയേഷൻ ആണോ ഇന്റഗ്രേഷൻ ആണോ എന്നുള്ളൊരു ഡൗട്ട് അവിടെ വരും. ആൻഡ് മീൻ വാല്യൂ തിയറത്തിന്റെ മലയാളം ഇടവില സിദ്ധാന്തം എന്നുള്ളതാണ്. ഇടവില സിദ്ധാന്തം. അടുത്ത നോക്കിക്കേ, ലിമിറ്റ്സിന്റെ മലയാളം സീമയാണ്. ദെൻ നെയ്ബർഹുഡ് അതിന്റെ മലയാളം സമീപസ്ഥ തലം. ഓക്കെ, സമീപസ്ഥ തലം. ദെൻ ഇന്റർവെല്ലിന്റെ മലയാളം അന്തരാളം. അപ്പൊ ഈ ഇന്റർവെൽ ഒന്നും ചിലപ്പോൾ ഇന്റർവെൽ എക്സാമിന് നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അതിന് പകരം അന്തരാളം എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. സോ അത് മനസ്സിലാക്കുക. ദെൻ സ്ക്യൂസ് പ്രിൻസിപ്പിളിന്റെ മലയാളം ചൂഷണ തത്വം എന്നാണ്. ചൂഷണ തത്വം. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചൂഷണ തത്വം എന്നൊക്കെ കാണുമ്പോൾ ഇത് എന്താന്ന് നമുക്ക് ഒരിക്കലും തോന്നാനായിട്ട് പറ്റില്ല. ദെൻ സീരീസ് ആണ് ശ്രേണികൾ. പക്ഷെ ഇവിടെ എക്സാമിന് നമ്മൾ ഇപ്പൊ നേരത്തെ കണ്ട ക്വസ്റ്റ്യനിൽ സീരീസ് തന്നെയായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. അടുത്ത നാലാമത്തെ മൊഡ്യൂളാണ്. നാലാമത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ തന്നെ റിയൽ അനാലിസിസ് ആൻഡ് കോംപ്ലക്സ് അനാലിസിസ് എന്നുള്ളൊരു മൊഡ്യൂളാണ്. സോ റിയൽ അനാലിസിസിന്റെ മലയാളം വാസ്തവിക സംഖ്യാവ്യൂഹ വിശകലനം. ഓക്കെ, വാസ്തവിക സംഖ്യാവ്യൂഹ വിശകലനം എന്നുള്ളതാണ് റിയൽ അനാലിസിസ്. ഇതിന് ഇത്രയും വലിയൊരു മലയാളം ടേം ഉണ്ട്. ദെൻ സീക്വൻസിന്റെ മലയാളം അനുക്രമങ്ങൾ, സബ്സീക്വൻസിന്റെ മലയാളം ഉപ അനുക്രമങ്ങൾ. ദെൻ കൺവേർജൻസ് ഡൈവേർജൻസ്. കണ്ടോ, നേരത്തെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ കൺവേർജൻസ് ആണോ ഡൈവേർജൻസ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ മലയാളം പഠിച്ചു വെക്കണം. സംവ്രജിക്കൽ വിഭ്രജിക്കൽ. ഓക്കെ, സംവ്രജിക്കൽ ആൻഡ് വിഭ്രജിക്കൽ. ദെൻ മോണോട്ടോണിക് സീക്വൻസിന്റെ ഏകദിഷ്ട അനുക്രമങ്ങൾ. നമുക്കറിയാം സീക്വൻസിന്റെ മലയാളം അനുക്രമങ്ങളാണ്. സോ മോണോട്ടോണിക് സീക്വൻസിന്റെ എന്താ, ഏകദിഷ്ട അനുക്രമങ്ങൾ. ദെൻ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ അതിന്റെ മലയാളം ഉത്തമ പൂർണ്ണ സംഖ്യ ഏകദം. നമുക്കറിയാം ഫംഗ്ഷന്റെ മലയാളം ഏകദം എന്നുള്ളതാണ്. സോ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷന്റെ മലയാളം ഉത്തമ പൂർണ്ണ സംഖ്യ ഏകദം. ദെൻ കോംപ്ലക്സ് അനാലിസിസ് മിശ്ര സംഖ്യാ വിശകലനം, ഇന്റീരിയർ പോയിന്റ് ആന്തരിക ബിന്ദു. ദെൻ കൗണ്ടബിൾ സെറ്റ്സ് ഗണനീയ ഗണം. ഓക്കെ, കൗണ്ടബിൾ സെറ്റ്സിന്റെ മലയാളം ഗണനീയ ഗണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും മലയാളം ടേംസ് അത്യാവശ്യമായിട്ട് പഠിച്ചു വെക്കേണ്ട മലയാളം ടേംസ് ആണ്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞു വെക്കേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച്. സോ അതിൽ നമ്മൾ മെൻഷൻ ചെയ്തു 45 ഡേയ്സിന്റെ ടൈം ടേബിൾ ഇപ്പൊ തന്നെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്കായിട്ട്. സോ ആ ടൈം ടേബിൾ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഡെയിലി 3 മണിക്കൂറിന്റെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. ഡെയിലി ഇൻക്ലൂഡിങ് സൺഡേയും കൂടെ നമ്മൾ ലൈവ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ 7-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏപ്രിൽ 7-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോർനൂൺ ആൻഡ് ആഫ്റ്റർനൂൺ, രാവിലെ 1.5 മണിക്കൂർ, ഉച്ചയ്ക്ക് ശേഷം 1.5 മണിക്കൂർ. അങ്ങനെ ആയിട്ടാണ് ഈ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ മൊഡ്യൂളും എടുക്കുന്ന ഫാക്കൽറ്റീസിനെ അടക്കം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആദ്യം നമ്മൾ മൊഡ്യൂൾ 6 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്റ്റാറ്റി പോർഷൻ. ആൻഡ് മൊഡ്യൂൾ 4 മാക്സും സ്റ്റാറ്റിയും കൂടെ ഇടകലർത്തി പഠിപ്പിക്കാന്നുള്ള രീതിയിലാണ് ഈ ഒരു രീതിയിൽ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 45 ഡേയ്സിന്റെ ടൈം ടേബിൾ ഇപ്പൊ തന്നെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം നമ്മുടെ സിലബസിൽ മൊത്തം 8 മൊഡ്യൂളാണ് ഉള്ളത്. അതിൽ 73% ആണ് നമുക്ക് മാത്സ് ഉള്ളത് ആൻഡ് 27% ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ളത്. അപ്പൊ ഈ ഒരു 45 ഡേയ്സിന്റെ ടൈം ടേബിളിൽ നമ്മൾ ജനറൽ പേപ്പറും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, മാത്സ് മാത്രമല്ല, നമ്മുടെ ജനറൽ പേപ്പർ, അതായത് കറണ്ട് അഫയേഴ്സും GK പോർഷൻസും നമ്മുടെ മെത്തഡോളജിയും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും കൂടെ ആ ഒരു ടൈം ടേബിളിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കറിയാം മാത്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 73% മാത്തമാറ്റിക്സും അതുപോലെ 27% സ്റ്റാറ്റിസ്റ്റിക്സും ആണ്. അപ്പൊ അതിനനുസരിച്ച് നോക്കുമ്പോൾ
നമ്മൾ പറഞ്ഞല്ലോ 45 ഡേയ്സ് ആയിട്ടാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു പൈ ചാർട്ടിൽ കാണാം നമ്മൾ കറക്റ്റ് ഓരോ ഡിസ്ട്രിബ്യൂഷൻ ഓരോ മൊഡ്യൂളിന്റെ വെയിറ്റേജിനനുസരിച്ചിട്ടാണ് ഈ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൽ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് വരുന്നത് മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 3 കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. സോ അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് മൊഡ്യൂൾ 4 and 5 ഒക്കെ അറിയാനായിട്ട് സാധിക്കുള്ളൂ. സോ അതിനനുസരിച്ചാണ് ഇവിടെ നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് മൊഡ്യൂൾ 3 ആണ് ആൻഡ് ഇത് മൊഡ്യൂൾ 4, മൊഡ്യൂൾ 5, മൊഡ്യൂൾ 6, മൊഡ്യൂൾ 7, മൊഡ്യൂൾ 8 ആൻഡ് ഇത് 1, 2 ആണ്. സോ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ കണ്ടോ, ഈ ഒരു രീതിയിലാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് പഠിക്കാൻ പറ്റാത്തവരും വിഷമിക്കേണ്ട കാര്യമില്ല, നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുക. സോ നിങ്ങൾക്ക് അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും, അത് CCയുടെ ഉറപ്പാണ്. സോ ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് വീഡിയോ. താങ്ക് യു.